Good morning. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ? It is the process of teaching individuals, communities and societies about the importance of maintaining and improving health. നമുക്കറിയാം ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണെന്നും അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും ഒക്കെ. എങ്കിലും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ആസ് എ ടീച്ചർ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ടോപ്പിക് വന്നിരിക്കുന്നത്. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിലെ കുട്ടികളാണ്. അവർ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വേണം നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. സോ എന്താണ് ഹെൽത്ത് അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇതിനെ പറ്റിയൊക്കെ കുട്ടികൾക്ക് കുറെ അവയർനെസ് ഉണ്ടായിരിക്കണം. അത് അവരുടെ ലൈഫ് ലോങ് ഉണ്ടാവും. ചെറുപ്പത്തിലേ ഉള്ള ശീലം ലൈഫ് ലോങ് ഉണ്ടാകുന്നതാണല്ലോ പറയുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് ഈ സമയത്ത് കുട്ടികൾക്ക് നല്ല ശീലങ്ങള്, നല്ല പാഠങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ്. അതുകൊണ്ടാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. സ്കൂളിന്റെ റോൾ എന്താണെന്ന് നോക്കാം. ഡെവലപ്പ് ഹെൽത്ത് കോൺഷ്യസ്നെസ് ആൻഡ് ഹൈജീൻ അവയർനെസ്. കുട്ടികൾക്കിടയിൽ കോൺഷ്യസ് ആയിട്ടിരിക്കുക, എന്താണ് ഹെൽത്ത് എന്നും അതുപോലെ തന്നെ ഹൈജീൻ എന്താണെന്നും അവർ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. എൻകറേജ് ക്ലീൻലിനെസ് ആൻഡ് നീറ്റ്നെസ്. പ്രൊമോട്ട് എസെൻഷ്യൽ ഹാബിറ്റ്സ്. എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്? ഹാൻഡ് വാഷിംഗ്, ബ്രഷിംഗ്, ടോയ്ലറ്റ് ഹാബിറ്റ്സ്, പേഴ്സണൽ ഹൈജീൻ. പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ബാലൻസ്ഡ് ഫുഡ്. Foster social habits of eating, drinking and using public places responsibly. ഏതൊക്കെ ഏജൻസീസിലൂടെയാണ് നമുക്കിത് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? ചാർട്ടിലൂടെയും പോസ്റ്റേഴ്സിലൂടെയും നമുക്ക് ചെയ്യാം. കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ചാർട്ടുകൾ, പോസ്റ്റേഴ്സ് ഇതൊക്കെ പെട്ടെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കും. റൂൾസ് ഓഫ് ഹെൽത്തി ലിവിംഗ്, ബുക്സ്, ഫിലിംസ്, റേഡിയോ പ്രോഗ്രാംസ് ആൻഡ് മീഡിയ. മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പേഴ്സണൽ ഹൈജീൻ. എന്താണ് പേഴ്സണൽ ഹൈജീനിൽ വരുന്നത്? ഹാബിറ്റ് ഓഫ് ക്ലെൻലിനെസ്, ക്ലീൻ ബോഡി ആൻഡ് സ്കിൻ, ക്ലീൻ ഹെയർ, നെയിൽസ്, ഫിംഗേഴ്സ് ആൻഡ് ടീത്ത്, കെയർ ഫോർ ഇയേഴ്സ്, ഐസ്, നോസ് ആൻഡ് ത്രോട്ട്, വെയർ ക്ലീൻ ക്ലോത്തിങ്, യൂസ് ഓഫ് കർച്ചീഫ് വെൻ സ്നീസിംഗ്, കഫിംഗ്. കുട്ടികളെ സംബന്ധിച്ച് പേഴ്സണൽ ഹൈജീൻ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യം. ഇതൊക്കെ ചെറുപ്പത്തിലേ നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങളാണ്. വൃത്തിയായിട്ട് നടക്കുക എന്നുള്ളതും ബോഡിയും സ്കിന്നും വൃത്തിയാക്കി വെക്കുക എന്നുള്ളതും. ബോഡി എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടും ഉൾപ്പെടും എന്നുള്ളതല്ല. കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ഹെയർ കട്ട് ചെയ്യേണ്ടതും നെയിൽ കട്ട് ചെയ്യേണ്ടതും ഫിംഗേഴ്സ് ഒക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത്, അതുപോലെ പല്ല്, ഇതൊക്കെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കണം. ഓരോ അവയവങ്ങളും ഏതൊക്കെ രീതിയിലാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇയേഴ്സ്, ഐസ്, നോസ്, ത്രോട്ട്, അതുപോലെ വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കാനും ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യാനും ഒക്കെ നമ്മൾ കുട്ടികൾക്ക് വേണ്ട പരിശീലനം ചെറിയ ക്ലാസ്സിലെ തൊട്ട് കൊടുക്കേണ്ടതാണ്. ക്ലാസ് റൂം ഇൻസ്ട്രക്ഷനിലൂടെയും ഇന്ററാക്റ്റീവ് വർക്ക്ഷോപ്സിലൂടെയും മീഡിയ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്ത് കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ഉൾപ്പെടുത്തിക്കൊണ്ടും അതുപോലെ പിയർ ഗ്രൂപ്പിന്റെ ഫാമിലി സപ്പോർട്ടൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടും നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ പുതിയ പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് ഈ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഇതുപോലെ നടത്തണം, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ തുടങ്ങിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നത്? പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് ആൻഡ് ഹെൽത്ത് റിസ്ക്സ്. എന്തിനാണ് ഡിസീസസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രിവെൻഷൻ വേണ്ടിയിട്ടും അതുപോലെ റിസ്കി ആയിട്ടുള്ള ഹെൽത്ത് സിറ്റുവേഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. എംപവർമെന്റ് ഫോർ ഹെൽത്തിയർ ഡിസിഷൻസ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ടും നമുക്ക് എന്ത് വേണം, അവരെ എംപവർ ചെയ്യണം. എൻകറേജസ് ബിഹേവിയറൽ ചേഞ്ചസ്, പ്രൊമോട്ട്സ് പബ്ലിക് ഹെൽത്ത്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിലൂടെ ഒരു ക്ലാസ്സിൽ 20 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ 20 സ്റ്റുഡൻസിനോട് നമ്മൾ പറയുന്നതിലൂടെ, അതല്ലെങ്കിൽ 500 സ്റ്റുഡൻസോ അതല്ലെങ്കിൽ സ്കൂൾ 500 സ്റ്റുഡൻസിന് അവരോട് പറയുന്നതിലൂടെയൊക്കെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? 500 പേര് നന്നാവുക എന്നുള്ളതല്ല. അതിൽ ചിലപ്പോൾ 10ഓ 20ഓ പേരായിരിക്കും വീട്ടിൽ ചെന്ന് ഇതിനെ പറ്റി പറയുന്നത്. അതിൽ തന്നെ ചിലപ്പോൾ 5ഓ 6ഓ പേര് വീട്ടിലായിരിക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ നടന്നു പോകുന്നത്. അങ്ങനെ ഒത്തിരി തവണ നമ്മൾ നടത്തുകയും ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നതിലൂടെയാണ് ഇതൊരു സൊസൈറ്റിയിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ്സ്. ഇപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവരാണ് നാളത്തെ നേഷൻ എന്ന് പറയുന്നത്, ഫ്യൂച്ചർ നേഷൻ. സോ അവരിലൂടെ അവരുടെ മക്കളിലൂടെ ഈ ഹെൽത്തി ആയിട്ടുള്ള ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കാം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സസ് ഒക്കെ സ്കൂളുകളിൽ കൊടുക്കുന്നത്.